എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ ഒരു ഹോം ടൂർ എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട് പൂർണ്ണമായിട്ട് കാണിച്ചു തന്നിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. എൻ്റെ വീട് എങ്ങനെയുണ്ടെന്ന് പറയണം. അങ്ങനെ വലിയ ഇതൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒരു വീട് ഉണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ വലിയ ഭംഗിയൊന്നുമില്ല. പക്ഷെ എനിക്ക് കുറച്ച് ഹോബികളൊക്കെ ഉണ്ട്. അതും കൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തണ്ടേ. അതിനാണ് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എൻ്റെ ഹോബി കാണാൻ എല്ലാവരും വരില്ലേ. അപ്പോൾ എൻ്റെ വീട് കണ്ട് അഭിപ്രായങ്ങൾ പറയണം. ഇനി ഇങ്ങനെ ഒരു വീടൊന്നും എടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ അങ്ങനെയാണ് ജീവിച്ചത്. സീറോയിൽ നിന്ന് തുടങ്ങിയ ജീവിതമായിരുന്നു. ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഒറ്റക്കാണ് കേട്ടോ. ആരും അങ്ങനെ സഹായിക്കാനൊന്നുമില്ല. കാരണം ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയാൽ പിന്നെ വരുന്നത് രാത്രിയായിരിക്കും. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. വേറെ പണിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് എന്തെല്ലോ അപാകതകൾ എൻ്റെ വീട്ടിൽ സ്റ്റാൻഡോ കാര്യങ്ങളോ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതാണ്. ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നു. ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കും, ഒറ്റയ്ക്ക് തന്നെ എഡിറ്റ് ചെയ്യും. എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഒരു ടൈം പാസ്. നിങ്ങളെ കൂടുതൽ ആൾക്കാർ പരിചയപ്പെടാൻ പറ്റുമല്ലോ. അപ്പോൾ മറക്കരുത്. അപ്പം ചില അപാകതകളൊക്കെ വരും. അല്ലാണ്ട് എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അത് ഒരുപാട് ബുദ്ധിമുട്ടായി തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ വീട് കാണാം. ഇതാണ് എൻ്റെ വീട്ടിലേക്കുള്ള കയറുന്ന വഴി. കണ്ടില്ലേ, നേരെ കയറുന്ന വീട്ടിലെത്തി. വലിയ വണ്ടിയും വരും. അപ്പോൾ അതിൻ്റെ ചുറ്റും ഞാൻ ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ചെടി ഉണ്ടായിരുന്നു. കുറേയൊക്കെ നശിച്ചു പോയി. ഇപ്പം കുറച്ച് ചെടികളിലും കൂടുതലും പൂവില്ലാത്ത ചെടികളാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം ചെടി വെച്ച് പിടിപ്പിക്കൽ. ഏടെ ചെടി കണ്ടാലും ഞാനത് വാങ്ങും. ചെടി ഇഷ്ടമില്ലാത്ത ആളുണ്ടാവില്ലല്ലോ അല്ലേ. ഇതിൻ്റെ രണ്ട് ഭാഗത്തും ചെടിയുണ്ട്. ഒരുപാടുണ്ടായിരുന്നു, അതൊക്കെ ഉണങ്ങിപ്പോയി. അതിൻ്റെ താഴെ ഒരാൾ കിടക്കുന്നുണ്ട്. അപ്പോൾ കിടക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരാളുണ്ട്. ലവേഴ്സാണ്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയാണ് ഓനിങ്ങനെ അടുത്ത് കിടക്കുന്നു. അവർക്കാണെങ്കിൽ ഇവനെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ തുണിയിട്ട് കവർ ചെയ്തിന് കേട്ടോ. 4 ആളുണ്ടായിരുന്നു, 2 ആൾ ചത്തുപോയി. അപ്പോൾ ഇനി ഉള്ളിലേക്ക് കയറാൻ തന്നെയുള്ള വരാന്ത, ചെറിയൊരു വരാന്തയാണ്. ആ വരാന്തയിൽ ഒരു ബെഞ്ചും എൻ്റെ ഒരു പൊട്ട ഹെൽമെറ്റും ഉണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചുമരിലൊരു ചിത്രപ്പണി ഉണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ. കലാകാരൻ്റെ വീടല്ലേ, അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ വേണ്ടല്ലേ. പിന്നെ നേരെ കയറുന്നിടത്ത് പൂജാമുറിയാണ്. സെൻട്രലിൽ നേരെ പൂജാമുറി. അതിൻ്റെ ഇപ്പുറത്ത് TV സ്റ്റാൻഡും ഉണ്ട്. TV സ്റ്റാൻഡിന് നേരെ മുകളിൽ 2 ഫോട്ടോ ഉണ്ട്. ഒന്ന് എൻ്റെ അമ്മേൻ്റെ ഫോട്ടോയും ഒന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആണ്. അവർ രണ്ടാളും ആങ്ങളും പെങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ വെച്ചത്. അവിടെ കാണുന്ന ഒരു ഷീൽഡ് കണ്ടില്ലേ, അദ്ദേഹത്തിൻ്റെ 2021 പോപ്പുലർ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയാണ്. അതിന് കിട്ടിയ ഷീൽഡാണത്. പിന്നെ മറ്റേത് ജയിൽ വാർഡനായിട്ട് കുറച്ച് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അന്നെടുത്ത ഫോട്ടോസാണത്. പിന്നെ അവിടെ ഉള്ളതൊരു സോഫ ആണ്. ആ സോഫ മാറ്റിയിട്ടില്ല, അത് അവിടെ തന്നെ വെച്ചു. അതിൻ്റെ ഇപ്പുറത്ത് നേരെ വിസിറ്റിംഗ് റൂമാണ്. അതിൻ്റെ ഒരു ചുമര് പെയിൻറ്റ് ചെയ്തതായിരുന്നു. ആ പെയിൻറ്റിൽ അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ കൊടുത്തൊരു ഫോട്ടോ ആണ് അദ്ദേഹത്തിന്. അക്കാദമി അവാർഡ് ജേതാവായതുകൊണ്ട് ആ സമയത്ത് കൊടുത്തതാണ്. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഉള്ളത് താഴെ ഒരു റൂമാണ്. 2 റൂമുണ്ട്. അതിലൊരു റൂം ഇതിലാരും കിടക്കലൊന്നുമില്ല. മക്കൾ വന്നാൽ അത്യാവശ്യം അവിടെ കിടക്കും. പിന്നെ ആ റൂമിലുള്ള ചുമരിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഷീൽഡാണ് കേട്ടോ. ഒരുപാട് കിട്ടിയിരുന്നു. ഒരു 150 ഷീൽഡ് കിട്ടിയിട്ടുണ്ടാവും. വെക്കാനൊന്നും സ്ഥലം ഉണ്ടായിട്ടില്ല. അവിടെ എവിടെയൊക്കെ ആയിട്ട് വെച്ചു. ഇതെൻ്റെ 2 ബാഗ്, കോളേജിൽ പോകുമ്പോൾ എടുക്കുന്ന ബാഗാണ്. പിന്നെ ഈ റൂമിൽ തന്നെയാണ് ഇസ്തിരിപ്പെട്ടിയും വെക്കൽ. പിന്നെ നേരെ ഓപ്പോസിറ്റിലെ റൂം. ആ പോകുന്ന വഴിക്ക് തന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ തന്നെ ഒരു അക്വേറിയം വെച്ചിരുന്നു. അതിലിപ്പോൾ ഒരു മീനേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ നേരെ കാണുന്ന ഷെൽഫ് മുഴുവൻ അദ്ദേഹത്തിൻ്റെ മക്കളെയും ഷീൽഡാണ്. ഇത് ഞങ്ങളെ 2 ആളൊരു ഫോട്ടോ, പഴയ കാല ഫോട്ടോ. അതിന് ആ റൂമിലാണ് ഞാൻ കിടക്കുന്നത്. ഈ റൂമിലാണ് ഞങ്ങൾ കിടക്കുന്നത്. എനിക്ക് കൊതുവലിയിലുണ്ടാവുകയില്ല കേട്ടോ. എത്ര ചൂടായാലും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കിടക്കും. അവിടെ ഒരു പഴയ മേശയായിരുന്നു സെൻട്രലിലിട്ടത്. അത് ഞാനിപ്പോൾ മാറ്റി റൂമിലേക്ക് ഇട്ട് കളയാൻ കഴിയില്ലല്ലോ. പിന്നെ ചെറിയൊരു മേശ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് മോളെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസാണ്. ഇനിയിപ്പോൾ ഡൈനിങ് ഹാള് എന്ന് വെച്ചാൽ അങ്ങനെ വലിയ ഇതൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലും ഞാൻ കുറേ കുപ്പിയിലൊക്കെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാഷ് ബേസാണ്. മണി പ്ലാന്റും മറ്റ് ചെടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ജനൽ തുറന്നാൽ നല്ല കാറ്റ് കിട്ടും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ട ഒരു ചെറിയ മാവ്, അതാണ് എൻ്റെ വലിയ മാങ്ങ പിടിക്കുന്ന മാവ്. ഞാൻ പല വീഡിയോയിലും എൻ്റെ മാങ്ങിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു.
ഇനി അവിടെ നിന്ന് നേരെ അടുക്കളയിലേക്ക്. ഇതാണ് അടുക്കള. അടുക്കളയ്ക്ക് ഇത്രയും സൗകര്യമില്ല. അവിടെ ഒരു ബാത്റൂമുണ്ട്, പിന്നെ പുറത്തേക്കുള്ള വഴി. നല്ല വെളിച്ചം കിടക്കും അടുക്കളയിൽ. കാരണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അത് അപ്പുറത്തല്ല അവരെ വീടാണ് കേട്ടോ. അവർ ഇപ്പം വീട് പണി എടുത്തുകൊണ്ട് നിൽക്കുന്നതാണ്, ഇതുവരെ പൂർത്തിയായില്ല. അപ്പം എനിക്ക് അയൽവാസിയൊക്കെ ഇഷ്ടം പോലെ ഇപ്പോൾ ഉണ്ട്. അടുക്കള ഭാഗത്ത് ഒരു കുഞ്ഞു മാവുണ്ട്, 2-3 മാവുണ്ട്. അപ്പക്കായ് മാങ്ങയുണ്ട്, ഇത് പുളിയൻ മാങ്ങയാണ്. പക്ഷെ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ബാക്കിലൊരു മാവ് ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, അങ്ങനെ 2-3 മാവുണ്ട്. ഇനി മുകളിലേക്ക് പോകാം. മുകളിലേക്ക് പോകുമ്പം തന്നെ നല്ലൊരു പെയിൻറ്റിങ് അവിടെയും ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മളൊരു ഇനിയും വരച്ച തന്നെയാണ്. അവനൊരു കലാകാരനാണ്, ചിത്രകാരനാണ്. അതുകൊണ്ട് തന്നെ അവനെക്കൊണ്ടാണ് ഞാൻ ഈ വർക്കൊക്കെ ചെയ്യിച്ചത്. പിന്നെ മുകളിലേക്ക് പോയാൽ ഇവിടെ ഒരു ഹാളുണ്ട്. ഹാളിൽ ചെറിയൊരു സോഫ മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു കോമൺ ബാത്റൂം. റൂമിലൊന്നും ഞാൻ ബാത്റൂം ആക്കിയിട്ടില്ല. ഇതൊരു റൂമാണ്, അതിൽ മോൻ വന്നാലാണ് കിടക്കൽ. ഇപ്പം ആരുമില്ല കേട്ടോ, മുകളിൽ നില ഒഴിഞ്ഞ് കിടക്കുകയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളത് മോളെ റൂമാണ്. ഇതോളെ പാവക്കുട്ടി. വേറെ കാര്യമായിട്ടൊന്നും അങ്ങനെ ഒന്നുമില്ല. ഇപ്പം ഇതിന് ആരും ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഒച്ച ബഹളം ഒന്നും ഇല്ലാത്ത സ്ഥലമായി മാറിയിട്ടേക്ക്. അവർ വന്നാൽ എന്തെങ്കിലും ഒരു ഒച്ചപ്പാടുണ്ടാവും. ഇത് വരാന്ത, മുകളിലെ നിലയിലെ വരാന്തയാണ്. ഈ വരാന്തയിൽ ഇതെൻ്റെ മെഷീനാണ് കേട്ടോ. ഇപ്പം ഞാൻ ചവിട്ടലൊന്നുമില്ല, കാരണം നടുവേദനയായതുകൊണ്ട് മെഷീനോട് കളിക്കലില്ല. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മളെ മാടായി ഐറ്റിയേക്കാണ്, മാടായി പാർക്കുള്ള. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കയറി നോക്കിയാൽ നല്ല വിശാലമായി എല്ലാം കാണാം. അതാണ് ITI. ഇനി പുറത്തേക്കുള്ള വഴി എന്താണെന്ന് ഞാൻ പലപ്പോഴും ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ അലക്കിയ തുണിയൊക്കെ ഇവിടെയാണ് വിരിക്കൽ. കാരണം നല്ല കാറ്റുള്ള സമയത്ത് താഴെ വീണാൽ ഇവിടെയൊന്നും കിട്ടും. താഴത്തെ നിലയിൽ ഉണക്കിയാലൊന്നും കിട്ടില്ല, നായോ എന്തെങ്കിലും കടിച്ചുകൊണ്ട് പോകും. ഇതാണ് എൻ്റെ പച്ചക്കറിത്തോട്ടം. ഞാൻ പലപ്പോഴും ഈ വീഡിയോ ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ വെച്ചാൽ നല്ല വെയിലതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നന്നായി കിട്ടുകയും ചെയ്യും, നല്ല വിളവും കിട്ടലുണ്ട്. എൻ്റെ കുറ്റിക്കുരുമുളകും എൻ്റെ താമരയൊക്കെ ഇപ്പോൾ വെച്ചതാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ അതിൻ്റെ വിത്തിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മുളപ്പിക്കാൻ വെച്ചിട്ടില്ലേ, മുളച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് ചോദിച്ചിട്ടാണ്. വിശാലമായ പാറയാണ്. ഇപ്പം കുറേ വീടുകൾ വന്നു, കുറേ വരുന്നുണ്ട്. അങ്ങ് ദൂരെ കാണുന്നതാണ് നേവലക്കാതിന് സ്ഥിതി ചെയ്യുന്ന ഏഴിമല. പിന്നെ മുകളിൽ പോയി നിന്നാലും വിശാലമായെല്ലാം കാണാം.